ഇറാൻ തെരുവുകളിലെ നിങ്ങളുടെ സാന്നിധ്യം ഒരു ദേശീയ വിപ്ലവത്തിൻ്റെ ജ്വാലയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. തെരുവുകളിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയുണ്ടാകണം. അത് വികാസം പ്രാപിച്ച് തെരുവുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലേക്കെത്തണം. രാജ്യവ്യാപകമായ പണിമുടക്കുകളിലും പ്രതിഷേധങ്ങളിലും പങ്കുചേരാൻ ഞാൻ ഇറാനിലെ മുഴുവൻ ജനങ്ങളോടും ആഹ്വാനം ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി US-ൽ പ്രവാസിയായി കഴിയുന്ന 65-കാരൻ റിസ പഹലവി കഴിഞ്ഞ ദിവസം എക്സിൽ പോസ്റ്റ് ചെയ്ത വാക്കുകളാണിത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരും റിസ പഹലവിയുടേത് തന്നെയാണ്. ആരാണ് ഇറാനിലെ പ്രതിഷേധക്കാർക്ക് ഊർജം നൽകുന്ന റിസ പഹലവി? ഇറാനിലെ പ്രതിഷേധങ്ങളുമായി അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിലെ പഹലവി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് റിസ പഹലവിയുടെ മകനും നിലവിലെ പ്രധാന പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളുമാണ് റിസ പഹലവി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന പഹലവി രാജവംശത്തിലെ പിൻഗാമിയും കിരീടാവകാശിയുമാണ് അദ്ദേഹം. 1960-ൽ ടെഹ്റാനിൽ ജനിച്ച അദ്ദേഹം 1978-ൽ പൈലറ്റ് ആകാനുള്ള പരിശീലനത്തിനായാണ് അമേരിക്കയിലേക്ക് പോയത്. 1979-ൽ ഇറാനിൽ വിപ്ലവം നടക്കുകയും രാജഭരണം അവസാനിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അമേരിക്കയിൽ തന്നെ തുടരുകയായിരുന്നു. ഇറാനിൽ ജനാധിപത്യപരമായ ഭരണം സ്ഥാപിക്കണമെന്നും മതേതരത്വം നടപ്പിലാക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. ജനഹിത പരിശോധനയിലൂടെ ഇറാന്റെ ഭാവി ജനങ്ങൾ തന്നെ തീരുമാനിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളിൽ റിസ പഹലവിക്ക് നിർണായക സ്വാധീനമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിലെ സാമ്പത്തിക തകർച്ചയ്ക്കും ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കുമെതിരെ തെരുവിലിറങ്ങാൻ അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2026 ജനുവരി 8-9 തീയതികളിൽ രാത്രി 8 മണിക്ക് ഒരേ സമയം മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ അദ്ദേഹം നടത്തിയ ആഹ്വാനം പ്രതിഷേധക്കാർക്കിടയിൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർ പഹലവി വിൽ റിട്ടേൺ എന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് ഈ പ്രതിഷേധങ്ങളിൽ അദ്ദേഹത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്നത് തെളിയിക്കുന്നതാണ്. നിലവിലെ ഭരണകൂടത്തോടുള്ള അതൃപ്തി അറിയിക്കാൻ പലരും പഹലവി കാലഘട്ടത്തെ ഒരു പ്രതീകമായി കാണുന്നതായും ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പ്രതിഷേധക്കാർക്ക് നിരന്തരം പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ ഭരണകൂടം ഇന്റർനെറ്റ് വിച്ഛേദിച്ചപ്പോൾ ഇറാനിലെ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇറാനിലെ വിവിധ ഗോത്രവർഗ്ഗങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും ഭിന്നതകൾ മറന്ന് ഭരണകൂടത്തിനെതിരെ സംസാരിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. അക്രമരഹിതമായ രീതിയിൽ പ്രതിഷേധിക്കാനും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള പണിമുടക്കുകളും നിയമലംഘനങ്ങളും വഴി ഭരണകൂടത്തെ സ്തംഭിപ്പിക്കാനും അദ്ദേഹം പ്രതിഷേധക്കാരോട് ആവശ്യപ്പെടുന്നു. ഇറാനിലെ സൈന്യത്തോടും പോലീസിനോടും ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കരുതെന്നും സൈന്യം ജനങ്ങളുടെ പക്ഷത്തേക്ക് മാറി ഭരണകൂടത്തെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴിയും റിസ പഹലവി ഇറാനിലെ പ്രതിഷേധക്കാർക്കുള്ള ആഹ്വാനങ്ങൾ നൽകുന്നത് തുടരുകയാണ്. BBC, CNN, ഫോക്സ് ന്യൂസ് തുടങ്ങിയ മാധ്യമങ്ങൾക്ക് ഇറാനിലെ പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹം അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം അതിൻ്റെ അവസാന നാളുകളിലാണെന്നും ജനങ്ങൾ ഭയത്തിൽ നിന്ന് മുക്തരായെന്നും ഇനി പിന്നോട്ട് പോകാനാവില്ലെന്നും അദ്ദേഹം ഈ അഭിമുഖങ്ങളിൽ പറയുന്നുണ്ട്. ഇറാന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും അദ്ദേഹം വാദിക്കുന്നു. വിപ്ലവത്തിന് ശേഷം രാജഭരണമോ അതോ ജനാധിപത്യ റിപ്പബ്ലിക്കാണോ വേണ്ടതെന്നും ജനഹിത പരിശോധനയിലൂടെ തീരുമാനിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ലോകരാജ്യങ്ങൾ ഇറാൻ ഭരണകൂടത്തെ പിന്തുണക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പകരം ഇറാനിലെ സാധാരണ ജനങ്ങളെ സഹായിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇറാൻ ഭരണകൂടത്തിനു മേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങളുടെ ശബ്ദം ലോകം കേൾക്കാൻ ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. സ്റ്റാർലിങ്ക് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇറാനിൽ ലഭ്യമാക്കാൻ സഹായിക്കണമെന്ന് ഇലോൺ മസ്കിനോടും ലോക നേതാക്കളോടും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 1925 മുതൽ 79 വരെ ഇറാൻ ഭരിച്ച പഹലവി കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ തലവനാണ് റിസ പഹലവി. വിപ്ലവത്തിന് ശേഷം ഇറാനിലെ ഭരണകൂടം അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ശത്രുപക്ഷത്താണ് നിർത്തിയിട്ടുള്ളത്. എന്നാൽ വിദേശത്ത് കഴിയുന്ന ഇറാനികൾക്കിടയിലും ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് വലിയ ജനപ്രീതിയുണ്ട്. 40 വർഷത്തിലേറെയായി പ്രവാസത്തിൽ കഴിയുകയാണെങ്കിലും ഇറാനിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാന വ്യക്തിത്വമായി റിസ പഹലവി മാറിയിരിക്കുകയാണ്.